ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 1.06% റാലി നടത്തി. ഇന്നലെ ബഡ്ജറ്റ് കാരണം നല്ലൊരു ഇടിവ് സംഭവിച്ചു. 400ഓളം പോയിൻ്റാണ് ഇന്നലെ ഇടിഞ്ഞത്. ഇന്ന് അവിടുന്ന് കരകയറി 25,088 ക്ലോസ് ചെയ്തപ്പോൾ 262 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 58,619 ക്ലോസ് ചെയ്തപ്പോൾ 201 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 546 പോയിൻറ്റ്സ് ഉയർന്ന് 57,667 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 16,523 ക്ലോസ് ചെയ്തപ്പോൾ 105 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് 13.86 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 81,666.46 ക്ലോസ് ചെയ്തപ്പോൾ 943 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ആണെന്ന് കാണാൻ സാധിച്ചത്. 1.17% റാലിയാണ് സെൻസെക്സിൽ നിന്ന് നടന്നത്. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 2,446 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 1,832 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടേഴ്സ് എബൌട്ട് 2% റാലി നടത്തിയപ്പോൾ നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എബോ 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 26,749 ക്ലോസ് ചെയ്തപ്പോൾ 558 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 556 പോയിൻറ്റ്സ് ഉയർന്ന് 34,613 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 99 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 26,799 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 50,623 ക്ലോസ് ചെയ്തപ്പോൾ 580 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 10 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്, 13,791 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 201 പോയിൻറ്റ്സ് ഉയർന്ന് 9125 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 38,074 ക്ലോസ് ചെയ്തപ്പോൾ 178 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ എന്ന് 1 പോയിൻറ്റിൻ്റെ ഉയർച്ചയാണ് ഉണ്ടത്, 1,361 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 212 പോയിൻറ്റ്സ് ഉയർന്ന് 11,561 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 233 പോയിൻറ്റ്സ് ഉയർന്ന് 11,687 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 14 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 21,549 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 74 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 8,591 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 12 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 778 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആകെ 232 പോയിൻറ്റിന് ഇടിവാണ് നിഫ്റ്റി കാണാൻ സാധിച്ചത്. 0.92% ഫോളോ നടത്തി. നിഫ്റ്റിയുടെ ലാസ്റ്റ് ഈ വർഷത്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,088 ക്ലോസ് ചെയ്യുമ്പോൾ 3.98% ഫോളാണ് ഈ വർഷം നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി 1 23,508 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,088 നിൽക്കുമ്പോൾ 6.72% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,312 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,597 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗെയിനേഴ്സിൽ പവർ ഗ്രിഡ് ഇന്ന് 7.58% റാലി നടത്തി. TMPV 5.30% റാലി നടത്തി. അദാനി പോർട്സ് 4.33%, ടാറ്റ കൺസ്യൂമർ 3.50%, ഭാരത് ഇലക്ട്രിക് 3.23%, റിലയൻസ് 3.22%, M&M 2.95%, L&T 2.81%, അദാനി എൻ്റർപ്രൈസ് 2.71% ആൻഡ് ഹിൻഡൽകോ 2.46% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ശ്രീറാം ഫിനാൻസ് 3.56% ഫോളോ കണ്ടു. ആക്സിസ് ബാങ്ക് 2.16% ഫോളോ കണ്ടു. മാക്സ് ഹെൽത്ത് കെയർ 1.90%, ഇൻഫോസിസ് 1.52%, സിപ്ല 1.30%, ടൈറ്റാൻ 0.81%, TCS 0.54%, ട്രെൻഡ് 0.22%, അപ്പോളോ ഹോസ്പിറ്റൽ 0.21% ആൻഡ് ONGC 0.14% ഫോളോ ആണ് നടത്തിയത്. ഇതിന് ബയേഴ്സ് എല്ലാം റെക്കമെൻഡേഷൻ അല്ല. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.